ദൈവനാമത്തിന് എന്നും മഹത്വം ഉണ്ടാവട്ടെ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പൂർവപിതാക്കന്മാരുടെ വിശ്വാസ തീഷ്ണതയെ പ്രാധാന്യത്തോടെ കാണുന്ന യഹൂദ ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥ ഉദ്ബോധനങ്ങളെ ലഘുവായിട്ട് ഒരു ചുരുങ്ങിയ അരമണിക്കൂറിൽ വ്യക്തമാക്കുക. അതായത് സൃഷ്ടി മുതൽ ക്രൈസ്തവർക്ക് ഈശോയുടെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നത് വരെയുള്ള സംഭവങ്ങളുടെ ആ പരമ്പര ഏറ്റവും ലളിതമായിട്ട് കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ വ്യക്തമാക്കുക എന്നതാണ് ഒരു 5 പതിറ്റാണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് ലളിതമാക്കുന്ന, കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിലാക്കുക എന്ന ശ്രമമാണ് ഇവിടെയും ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ഈശോയുടെ പ്രിയ ശിഷ്യൻ യോഹന്നാൻ സുവിശേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു. യേശുവിലൂടെയല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവൻ വഴിയായിട്ട് അവനിലൂടെ തന്നെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന വചനങ്ങൾ. അപ്പോൾ നമുക്കൊരു വ്യാഖ്യാനങ്ങൾ പലരും പല വിധത്തിൽ പറയുന്നു. ക്രിസ്ത്യാനികൾ ക്രിസ്തു മതം എന്നത് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ട് അത്രയേ കാലപ്പഴക്കമുള്ളൂ എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്നോർക്കുക, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ വചനം അവിടെയുണ്ട് എന്നുള്ളത് നാം അറിയുന്നു. ഇനി കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ അനേകം പേര് വലിയ കാര്യമാണ്. വിശദീകരിക്കാൻ നമ്മുടെ അയോഗ്യത നമ്മൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി അനേകർ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം ഞാൻ കുട്ടികൾക്ക് വേണ്ടി പറയട്ടെ. ഞാൻ എന്ന വ്യക്തി എൻ്റെ ചിന്താഗതികൾ, വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ, എൻ്റെ വിശ്വാസങ്ങളോ എൻ്റെ മനസ്സിൻ്റെ ചിന്തകളൊക്കെ എൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വാക്ക്, ഇത് മൂന്ന് വ്യത്യസ്ത അസ്തിത്വങ്ങളല്ല. ഇത് ആദ്യമേ ചെറിയ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിശദീകരണമാണ്. കാരണം ഈ വിഷയം അങ്ങനെ വിശദീകരിക്കാനായിട്ട് ദൈവം യോഗ്യത നൽകിയവർക്കേ സാധിക്കൂ. അതുകൊണ്ട് നമുക്കറിയാം, ഫൂൾസ് റഷ് ഇൻ വെർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ് പറയുക. അതായത് മാലാഖമാർ പേടിക്കുന്നിടത്ത് വിഡ്ഢികൾ ചാടിക്കയറും. അതല്ലെങ്കിൽ എൻ്റെ ശൈലിയിൽ പറയുകയാണെങ്കിൽ, വിവേകികളായവർ ഭയന്നിടുന്ന സ്ഥാനത്ത് അവിവേക മനുഷ്യർ ചാടി അണഞ്ഞിടും. അപ്പോൾ അതിനൊന്നും ധൈര്യപ്പെടാനില്ല. പക്ഷേ അത്രയ്ക്കും സിമ്പിളാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത്, നന്മയുള്ളിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. ഇനി നാം അറിയേണ്ട ഒരു സത്യം, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് ഈശോയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ബൈബിളിലുടനീളം നാം കാണുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിലേ നാം കണ്ടു. പറുദീസായിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ആദം ഹവ്വയോടുകൂടെ ദൈവം ആയിരുന്ന അവസ്ഥയെപ്പറ്റി ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതായത്
തിന്മ ചെയ്ത് കഴിഞ്ഞു, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആദം ഹവ്വ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ കാലൊച്ച പർദീസായിൽ കേട്ടപ്പോൾ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു എന്നുള്ളത് നാം ബൈബിളിൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ സർവ്വ നന്മയുടെയും സർവ്വ സ്നേഹത്തിൻ്റെയും മുമ്പിൽ തിന്മയ്ക്ക് സ്ഥാനമില്ല. തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. തിന്മ സ്വാഭാവികമായിട്ടും മാറുന്നു. അന്ധകാരം, തിന്മ ഇരുട്ടിൻ്റെയാണ്. പ്രകാശത്തിന് അവിടെ പ്രവേശനം ലഭിക്കാത്ത വിധത്തിൽ കൊട്ടിയടച്ച ഭാഗങ്ങളെയാണ് ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ, തിന്മയുടെ ശക്തികൾ എന്ന് നാം പറയാം. വെളിച്ചം വിതറാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ തുറക്കുക, സത്യം നന്മയും അന്വേഷിക്കുന്നവരാവുക എന്നതാണ് മനുഷ്യൻ്റെ ദൗത്യം. അങ്ങനെയാണ് മനുഷ്യൻ ദൈവികതയിൽ ഒത്തുചേരുക. ഇനി ആദിമാതാപിതാക്കൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട്, അതായത് ദൈവം കൂടെയായിരുന്ന ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായിട്ട് ദൈവം അവിടെ ആയിരുന്നു. പക്ഷേ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം, നന്മ, ആ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞില്ല. നന്മ തിന്മകളെ തിരിച്ചറിയാതെ പോയി. തിന്മ നന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം എന്നൊക്കെ നാം ബൈബിളിൽ കാണുന്നു. അപ്പോൾ തിന്മയെ അവന് മനസ്സിലായില്ല. അങ്ങനെ തിന്മ ചെയ്തവൻ അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോൾ തിന്മയിൽ അവൻ തിന്മയുടെ ഫലമായിട്ട് ദൈവത്തെ കാണാനാവാതെ, അതിനെയാണ് നാം നരകതുല്യമായ അവസ്ഥ, അല്ലെങ്കിൽ ദൈവമുഖം ദർശിക്കാനാവാത്ത ഒരവസ്ഥയാണ്, തിന്മയുടെ അവസ്ഥയാണ് പൈശാചിക അവസ്ഥ, അല്ലെങ്കിൽ തിന്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ നരക അവസ്ഥ എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് അകന്നു പോയ ആ മനുഷ്യനെ പക്ഷേ ദൈവം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം ദൈവം തൻ്റെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം സൃഷ്ടിച്ച മനുഷ്യനെ ഉപേക്ഷിക്കുക എന്നുള്ളത് സ്നേഹമയനായ, സ്നേഹം തന്നെയായ, നന്മ തന്നെയായ ദൈവത്തിന് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് രക്ഷാകര ദൗത്യത്തിന് ഒരു പദ്ധതി ദൈവം ഒരുക്കുന്നു. അങ്ങനെയാണ് പിന്നീട് വിശദീകരിക്കാൻ എനിക്കാവില്ല അധികം, കാരണം എൻ്റെ സമയപരിധിയിൽ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ജലപ്രളയത്തിൻ്റെ സമയത്ത് നീതിമാനായ ഒരു നോഹ എന്ന വ്യക്തിയെ ദൈവം പോഷിപ്പിക്കുന്നു. അവനും കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. അവനിലൂടെ നീതിമാനും നന്മയും സത്യവും തിരിച്ചറിഞ്ഞവനും ദൈവത്തെ വിശ്വസിക്കുന്നവനുമായ നോഹയിലൂടെ, നോഹയുടെ ആദ്യപുത്രൻ ഷം എന്ന ആദ്യപുത്രൻ്റെ പിന്തുടർച്ചയിൽ ഏതാണ്ട് നോഹയുടെ കാലം ഏതാണ്ട് 5000 വർഷങ്ങൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു, BC 3000 ഏകദേശം. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷമാണ്, ഞാൻ ചുരുക്കിയിട്ട് വേഗം അരമണിക്കൂറിൽ, കാരണം ഇത് കമ്പ്യൂട്ടർ യുഗമാണ്, കുട്ടികൾക്ക് അധികം സമയം ഉണ്ടാവില്ല എന്നതുകൊണ്ടൊക്കെ കരുതിയാണ് അരമണിക്കൂർ. അപ്പോൾ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷം മെസപ്പൊട്ടേമിയൻ പ്രദേശത്ത്, ടൈഗ്രീസ്, യൂഫ്രട്ടസ് നദീതട പ്രദേശങ്ങളൊക്കെ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ തേര എന്ന വ്യക്തിയുടെ മകനായിട്ട് അബ്രാം എന്ന കുഞ്ഞ് ജനിക്കുന്നു. തേര ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനും വിഗ്രഹങ്ങളെ വിറ്റ് വരുമാന മാർഗം കാണുന്നവനും വിഗ്രഹാരാധകനുമൊക്കെ ആയിരുന്നു. പക്ഷെ മകൻ അബ്രാം ഇങ്ങനെയല്ലായിരുന്നു. അവൻ സത്യാന്വേഷിയായിരുന്നു, നന്മ അന്വേഷിക്കുന്നവനായിരുന്നു, നീതിപൂർവമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നവനായിരുന്നു. സത്യവും നീതിയും നന്മയും നോക്കുന്നവരെ ദൈവം എന്നും സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് പൊതിഞ്ഞു വളർത്തുന്നു എന്നത് ബൈബിളിലുടനീളം നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അബ്രാമിനെ ദൈവം വളർത്തി പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. അവനെ വേർതിരിച്ച്
അവൻ്റെ വഴി അവനെ കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് അവനെ നയിക്കുന്നു. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട. പക്ഷേ അങ്ങനെ അവിടെ എത്തുമ്പോൾ അവന് വാർദ്ധക്യം, അവന് പ്രായമാകും. പ്രായാധിക്യത്തിൽ വാഗ്ദത്ത പ്രകാരം സാറ അവൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നു. ആ കുഞ്ഞിൻ്റെ പേര് ഇസഹാക്ക് എന്ന് നമുക്കറിയാം. ഇസഹാക്കിന് വാർദ്ധക്യത്തിൽ 100 വയസ്സായ എബ്രഹാമിന് ജനിക്കുന്ന കുഞ്ഞിന് എബ്രഹാമും സാറയും അവരുടെ വാർദ്ധക്യത്തിൽ കിട്ടാതെ പോയ ഒരു ലോട്ടറി അടിച്ച സന്തോഷത്തോടെ താലോലിച്ച് പൊന്നുപോലെ വളർത്തുന്ന ആ കുഞ്ഞ് വളർന്ന് അവൻ്റെ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് കാത്ത് സന്തോഷിച്ചതിൽ അഭിമാനിച്ച് സ്വയം മറന്ന് സന്തോഷിക്കുന്ന ആ വൃദ്ധ ദമ്പതികളെ നാം കാണുന്നു. അങ്ങനെ ബാലനാവുന്നു ഇസഹാക്ക്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിച്ച എബ്രഹാം കുഞ്ഞിനെ കിട്ടി, ലോട്ടറി അടിച്ചു, സന്തോഷമായി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷേ അവന് ദൈവത്തോട് മുമ്പുണ്ടായിരുന്ന അത്രയും തന്നെ സ്നേഹവും തീക്ഷ്ണതയും ഉണ്ടോ എന്ന്, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ചിന്തയാണ്. എന്നതുകൊണ്ടാവാം ദൈവം അവനെ പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ബാലനെ എബ്രഹാം സാറയും അത്രയും സ്നേഹിച്ച് താലോലിച്ച് വളർത്തുന്നു. അവനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, തന്നെ വഴി നടത്തിയ ദൈവത്തെ സ്നേഹിക്കാൻ എബ്രഹാമിന് സാധിക്കുമോ എന്നറിയാനായിട്ട് അവനെ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് ദൈവം. അങ്ങനെ അവനെ ഞെട്ടിക്കുന്ന, ഹൃദയസ്തംഭനം വരുത്തുന്ന വിധത്തിൽ അവനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം യഹോവയായ ദൈവം അവനോട് പറയുക, അവൻ്റെ മകനെ കൊണ്ടുവന്ന് ബലി കഴിക്കുക. എങ്ങനെയുണ്ട്? കാത്തിരുന്ന് ലഭിച്ച ആ ലോട്ടറി, ആ കുഞ്ഞ് സന്തോഷം, ഹൃദയം നിറഞ്ഞ സന്തോഷത്തെ ഏത് മാതാപിതാക്കൾക്കാണ് ബലി കഴിക്കാനാവുക? അവിടെയാണ് വലിയൊരു സംഭവത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്ന ഒരു എബ്രഹാമിനെ നമ്മൾ കാണുന്നത്. അവൻ ഭാരമേറിയ ഹൃദയത്തോടെ വലിയൊരു ബലിക്കായിട്ട് ഭാര്യയെയും അറിയിക്കാതെ മകനെയും കൊണ്ട് ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ച, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു തുളുമ്പിയ ആ ഹൃദയത്തോടെ, പക്ഷേ ഇന്ന് ഭാരമേറിയ, കൈപ്പേറിയ, ആ വേദന നിറഞ്ഞ ഹൃദയത്തോടെ മല കയറുക മകനെ ബലി കഴിക്കാൻ. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പലരും, നിരീശ്വരവാദികളും പലരും ഇതിനെ ചോദ്യം ചെയ്ത് അവർ കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നല്ല ദൈവമാണെങ്കിൽ മകനെ ബലി കഴിക്കാൻ പറയുമോ? പക്ഷേ അവർ ചിന്തിക്കാതെ പോകുന്നത് ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ത്, ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നത് എങ്ങനെ, മനുഷ്യൻ്റെ നാശത്തിനാണോ നന്മയ്ക്കാണോ ഇത്തരം ദൈവകൽപ്പനകൾ എന്ന് ചിന്തിക്കാൻ മനുഷ്യനാവില്ല. കാരണം ദൈവം തന്നെ പറയുന്നു, ഈശോ പറയുന്നു, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും തന്നെ എൻ്റെ അടുത്ത് വരുന്നില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ദൈവം ആകർഷിക്കണം. ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ നന്മനസ്സുണ്ടാവണം. സത്യത്തിനും നന്മയ്ക്കും നീതിക്കും പ്രാധാന്യം കൽപ്പിക്കുന്നവരെ മാത്രമേ ദൈവം തന്നിലേക്ക് അടുപ്പിക്കുന്നുള്ളൂ, അല്ലാത്തവർക്ക് സാധ്യമല്ല. അപ്പോൾ നാം എല്ലാം ശ്രമിക്കേണ്ടത് ഇതിനു വേണ്ടി തന്നെ, സത്യം, നന്മ, നീതി ഊട്ടി ഉറപ്പിക്കാനായിട്ട്. അങ്ങനെ ഭാരമേറിയ ആ ചുമടും വഹിച്ചുകൊണ്ട് മല കയറുന്ന അബ്രഹാത്തിനെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വലിയ വേദനയാണ്. ഭാരമേറിയ ചുമട് വഹിക്കുന്ന ഈ എബ്രഹാം ഇതുപോലെ തന്നെ പിന്നീട് 2000 വർഷങ്ങൾക്ക് ശേഷം, എബ്രഹാത്തിന് 2000 വർഷങ്ങൾക്ക് ശേഷം ഭാരമേറിയ ചുമട് വഹിച്ച് മല കയറുന്ന രക്ഷകനെ നാം പിന്നീട് കാണാം. അപ്പോൾ ഈ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന അബ്രഹാമിൻ്റെ ഹൃദയഭാരം നാം മനസ്സിലാക്കുന്നു. അവൻ മലമുകളിലെത്തുന്നു. പക്ഷേ അവൻ കൈ ഉയർത്തി ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ വലിയ ദൈവം സ്വീകരിക്കുന്നു. അവനെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല. കാരണം അതിലും വലിയ ഒരു രക്ഷാകര പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് പിന്നീട് എമ്മാനുവേൽ വഴി തന്നെ.
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ദൈവം അവൻ്റെ ബലി സ്വീകരിക്കുകയും ആടിന് പകരമായിട്ട് ബലിയർപ്പിക്കാനായിട്ട് കൊടുക്കുകയും അവൻ വിശ്വാസികളുടെ പിതാവ് എന്ന് എന്നേക്കുമായിട്ട് അറിയപ്പെടാനിടയാവുകയും ചെയ്യുന്നു. അങ്ങനെ അബ്രഹാം അപ്പോൾ അവന് ആ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഹൃദയം അത്രയ്ക്കും ആനന്ദപൂരിതമായിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഈസഹാക്ക് വലുതാവുന്നു. അവൻ റെബക്കായെ വിവാഹം കഴിക്കുന്നു. അവരിൽ നിന്ന് 2 മക്കൾ, ഞാൻ പെട്ടെന്ന് പോകുന്നു, ഏസാവ്, യാക്കോബ് എന്നീ 2 മക്കൾ അവർക്കുണ്ടാകുന്നു. അതിൽ യാക്കോബിനെ ദൈവം കൂടുതൽ ശ്രേഷ്ഠനായിട്ട് അംഗീകരിക്കുന്നു, അനുഗ്രഹീതനാകുന്നു. ഇസഹാക്കിൻ്റെ അനുഗ്രഹം അവന് ലഭിക്കുന്നതൊക്കെ ബൈബിളിൽ നാം കാണുന്നു. ഈ യാക്കോബിന് 12 ആൺമക്കളുണ്ടാകുന്നു. റൂബൻ, ശിമയോൻ, ലേവി, ജൂദ തുടങ്ങി ജോസഫ്, ബെഞ്ചമിൻ വരെ 12 പേര് അവരുടെ യാക്കോബിൻ്റെ 12 ആൺമക്കൾ ഉണ്ടാകുന്നു. ആ മക്കൾ അതിൽ 11ാമനായിട്ടുള്ള ജോസഫ് എന്ന വ്യക്തി ദൈവഹിതങ്ങൾ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വപ്നം വിശകലനം ചെയ്യുക എന്നത് ദൈവം കൊടുത്ത ഒരു ദൗത്യം, അവന് ഒരു വെളിച്ചമായിരുന്നു. അവനത് ചെയ്യുന്നു. അവൻ പ്രാധാന്യത്തോടെ ആകും എന്നൊക്കെ സ്വപ്നത്തിലൂടെ വെളിവാകുമ്പോൾ അത് അവൻ സഹോദരങ്ങളോട് അറിയിക്കുമ്പോൾ സഹോദരങ്ങൾ അസൂയാലുക്കളാകുന്നു. അങ്ങനെ അവൻ്റെ സഹോദരന്മാർ അവനെ കൊന്നുകളയാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലാൻ തീരുമാനിച്ച അവസ്ഥയിൽ പൊട്ടക്കിണറ്റി തള്ളിയിടുന്നു. പിന്നീട് പക്ഷേ അവൻ്റെ 2 സഹോദരങ്ങൾ റൂബൻ, ജൂദ എന്നിവർ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ജൂദ പറയുന്നു, വേണ്ട, നമുക്കവനെ അടിമ കച്ചവടക്കാർക്കായിട്ട് വിറ്റ് കളയാം, അവൻ പൊയ്ക്കോട്ടെ, അവനെന്തിനാ കൊല്ലണേ. അങ്ങനെ ജൂദ പ്രാധാന്യത്തോടെ തന്നെ പിന്നീട് വരുന്ന വ്യക്തിയാണ് ജൂദ. അപ്പോൾ ജൂദ അവനെ വിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എല്ലാവരും സഹകരിക്കുന്നു, സമ്മതിക്കുന്നു. അങ്ങനെ ഈജിപ്തിലേക്ക് അടിമയായി പോയ ജോസഫ് അവിടെ ചെന്നപ്പോൾ ഫറവോ എന്ന രാജാവിൻ്റെ കീഴിൽ അടിമയായിരുന്നപ്പോൾ അവൻ സ്വപ്നങ്ങൾ വിശദീകരിക്കുന്നവനാകുമ്പോൾ അവൻ ഫറവോയ്ക്ക് പ്രാധാന്യമുള്ളവനാകുന്നു. പിന്നീട് ദേശത്ത് മുഴുവൻ ക്ഷാമമുണ്ടാവുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നതും സ്വപ്നത്തിലൂടെ കിട്ടുന്ന വെളിപാടുകൾ അനുസരിച്ച് ദേശത്തെ രക്ഷിക്കാനായിട്ട് ഈജിപ്തിൽ ഫറവോൻ്റെ കാര്യസ്ഥനായിട്ട് ജോസഫ് ഉയരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിൻ്റെ സഹോദരങ്ങളും പിതാവും എല്ലാം, യാക്കോബെല്ലാം ക്ഷാമത്തിൻ്റെ കാലത്ത് ഭക്ഷണം തേടി ഈജിപ്തിലേക്ക് എത്തുന്നു. അവിടെ എല്ലാം വിശദീകരിക്കുന്നില്ല. അവിടെ അവൻ അവരുമായിട്ട് ഏറെക്കാലത്തെ വേർപാടിന് ശേഷം രമ്യതപ്പെടുകയും അവരുടെ യാക്കോബിൻ്റെ വിലമതിക്കാനാവാത്ത ആ സന്തോഷത്തെയൊക്കെ നമ്മളവിടെ കാണുന്നു. അങ്ങനെ യാക്കോബും ജോസഫും സഹോദരങ്ങളും ജോസഫിൻ്റെ സഹോദരങ്ങളും എല്ലാം ഈജിപ്തിൽ തന്നെ വാസമുറപ്പിക്കുകയും അവിടെ അവരുടെ സന്താനങ്ങൾ പെരുകുന്നു. ഈജിപ്തിൽ വലിയൊരു ജനമായി അവർ മാറുന്നു. ആ ജനതയ്ക്ക് പിന്നീട് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളാണ് ഫറവോയുടെ കീഴിൽ അടിമകളായിട്ട് ഇരുന്ന ആ ജനത വലുതാവുമ്പോൾ, എണ്ണത്തിൽ വർദ്ധിക്കുമ്പോൾ ഫറവോയും ഈജിപ്തുകാരും ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇസ്രായേലിയ ആൺകുട്ടികളെയൊക്കെ കൊന്നുകളയാനായിട്ട് ഫറവോ തീരുമാനിക്കുന്നു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കുന്നു. പക്ഷേ യാക്കോബിൻ്റെ 12 മക്കളിൽ 3ാമനായ ലേവിയുടെ പിന്മുറക്കാരനായ മോശ എന്ന കുഞ്ഞിനെ ദൈവം രക്ഷിക്കുന്നു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ, ഫറവോ അറിയാതെ തന്നെ അവൻ അവിടെ വളരാനിടയാവുന്നു. പിന്നീട് ദൈവം മോശയെ വലുതാക്കുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോകുന്ന പ്രധാന ഒരു പ്രവാചകനായിട്ട് ബൈബിളിൽ നാം കാണുന്നു.
ദൈവത്തെ മുഖാമുഖം ദർശിച്ച മോശ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സൈനായ് മലയിലെ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത മോശ ദൈവത്തിൽ നിന്ന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ മോശ അത്രയും വലിയ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എന്ന് നാം കാണുന്നു. അവൻ്റെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം വീണ്ടും അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് കനാൻ ദേശത്തേക്ക് നീങ്ങുന്നത് നാം കാണുന്നു. പക്ഷേ കനാൻ ദേശത്തേക്ക് മോശ എത്തിയില്ല. മോശയും അഹ്റോനും ലേവി വംശത്തിൽപ്പെട്ടവർ, അവരുടെ നേതൃത്വത്തിൽ മോശയ്ക്ക് അവിടെ പ്രവേശിക്കാനായില്ല. അത് ദൈവഹിതപ്രകാരം നാം മനസ്സിലാക്കുന്നു. പിന്നീട് പക്ഷേ കനാൻ ദേശത്ത് പ്രവേശിച്ചതും അവിടെ മോശയ്ക്ക് ശേഷം നേതൃത്വം ഏറ്റെടുത്ത വ്യക്തി ജോഷുവ, അതായത് യാക്കോബിൻ്റെ 12 മക്കളിൽ 11ാമനായിട്ടുള്ള ജോസഫിൻ്റെ മക്കൾ എഫ്രായിം, മനാസെ എന്നിവരിൽ എഫ്രായിമിൻ്റെ മുറക്കാരനായ ജോഷുവയാണ് അവർക്ക് യാക്കോബ് മുമ്പേ പറഞ്ഞു വെച്ചതനുസരിച്ച് കാനാൻ ദേശം അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവർ 12 ഗോത്രങ്ങൾ കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്നത് നാം കാണുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് നാം കാണുന്നത് ഈ ഇസ്രായേൽ ജനം പിന്നീട് പ്രവാചകന്മാരുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം നയിക്കപ്പെടുന്നത്. ദൈവഹിതം പ്രവാചകന്മാർ വഴിയായിട്ട് ജനത്തെ അറിയിക്കുന്നു, ജനങ്ങളുടെ പരിഭവങ്ങൾ ദൈവത്തെ അറിയിക്കുന്നു പ്രവാചകന്മാർ. അങ്ങനെ പ്രവാചകന്മാർ നയിച്ചിരുന്ന ഒരു കാലമാണ് പിന്നീട് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനത്തിന് ഒരു വലിയ ആഗ്രഹം, അവർക്ക് പിടിവാശി, അവർക്കും ഒരു രാജാവിനെ വേണം എന്നുള്ള ആഗ്രഹം വരുന്നു. അപ്പോൾ സാമുവേൽ പ്രവാചകൻ്റെ കാലത്ത് ദൈവത്തെ സാമുവേൽ പ്രവാചകൻ ജനഹിതം, ജനതാല്പര്യം അറിയിക്കുന്നു. ദൈവം പറയുന്നു, അവരെയൊക്കെ ഈ മരുഭൂമിയിലൂടെയൊക്കെ 40 കൊല്ലമൊക്കെ ഞാൻ നയിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്ക് എന്ത് കുറവുണ്ടായി? പിന്നെ അവരിപ്പോൾ രാജാവിനെ അന്വേഷിക്കുന്നു. അവർക്കപ്പോൾ പക്ഷേ ജനം പിടിവാശിയുള്ളവരായിരുന്നു. മറ്റു ജനതകളെ പോലെ അവർക്കും മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു രാജാവിനെ വേണം എന്നതുകൊണ്ട് അവരുടെ പിടിവാശിക്ക് ദൈവം അവസാനം സാമുവേൽ പരിതപിക്കുമ്പോൾ, അവൻ മനപ്രയാസത്തിലിരിക്കുമ്പോൾ ദൈവം പറയാ, നീ എന്തിനാ വിഷമിക്കണേ? അവരെന്നെയല്ലേ പരിത്യജിച്ച്, നീ അതുകൊണ്ട് സാരമില്ല, അവർക്ക് രാജാവിനെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ ഗോത്രത്തിലെ സൗൾ എന്ന ഒരു കൃഷിക്കാരനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സാമുവേലിനെ ഏൽപ്പിക്കുന്നു. സാമുവേൽ അഭിഷേകം ചെയ്യുന്നു. സൗൾ പിന്നീട്, ആദ്യം പേടിച്ചിരുന്ന സൗളാണെങ്കിലും പിന്നീട് അഭിഷേകം കിട്ടിക്കഴിഞ്ഞ് രാജാവായി ശക്തനായി ബലവാനായിട്ട് അവൻ നയിക്കുന്നു, ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്തുന്നു. പക്ഷേ ഒരിക്കൽ അവൻ തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ ഹിതത്തെ അവൻ മറുത്ത് പാലിക്കാതിരുന്നപ്പോൾ ദൈവം അവനെ രാജപദവിയിൽ നിന്ന് നീക്കുന്നു. പിന്നീട് യാക്കോബിൻ്റെ 4ാമത്തെ മകനായ ജൂദായുടെ പിൻഗാമിയായ ജെസ്സെ എന്ന വ്യക്തിയുടെ ഇളയ പുത്രൻ ദാവീദ് എന്ന വ്യക്തിയെ അഭിഷേകം ചെയ്യാനായിട്ട് സാമുവേലിനോട് ദൈവം പറയുന്നു. സാമുവേൽ അപ്രകാരം ദാവീദ് എന്ന കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു ചെറുക്കനെ അഭിഷേകം ചെയ്യുന്നു. അവൻ പിന്നീട് സൗലിന് ശേഷം രാജാവാകുന്നു. അവൻ്റെ കാലത്താണ് ഇസ്രായേൽ ജനം ശക്തി പ്രാപിക്കുന്നു. അവർ ജൂദാ വംശത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് ദാവീദിൻ്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിക്കുമെന്നത് നാം കാണുന്നു. അങ്ങനെ അവർ സമാധാനമായിട്ട് രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ജൂദാ വംശം ആണ് നയിക്കുന്നത്, ജൂദാ വംശത്തിൽപ്പെട്ട ദാവീദാണ് നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റു ഗോത്രക്കാരൊക്കെ പ്രാധാന്യം കുറയുകയും ജൂദാ വംശം പ്രാധാന്യം കൂടുകയും ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് യഹൂദ വംശം എന്ന് അറിയപ്പെടാൻ ഇടയാകുന്നു. ഇന്നും ഇസ്രായേൽ ജനം യഹൂദർ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇതുതന്നെ, ദാവീദിൻ്റെ വംശത്തിൽ. അങ്ങനെ ദാവീദിന് ശേഷം ദൈവത്തോട് ദാവീദിനെ പറ്റി പറയുമ്പോൾ പലരും പറയും, അവൻ തെറ്റ് ചെയ്തില്ലേ, പാപം ചെയ്തില്ലേ? ശരിയാണ്. പക്ഷേ തെറ്റിനെ ദാവീദ് ന്യായീകരിച്ചില്ല. നീതിബോധമുള്ളവനായിരുന്നു. ദൈവത്തിങ്കൽ മുട്ടുമടക്കാൻ ഒരിക്കലും സംശയിക്കാത്ത
നീതിബോധമുള്ള രാജാവായിരുന്നതുകൊണ്ട് തെറ്റിന് അവൻ അനുതപിച്ചു. അവന് ദൈവം ശിക്ഷ ഇളവ് ചെയ്ത് അവനോട് ക്ഷമിച്ച് വീണ്ടും രാജകീയ പദവിയിൽ തുടർന്നു. അവൻ്റെ മകൻ സോളമൻ പിന്നീട് രാജാവാകുന്നു. അറിയപ്പെടുന്ന ലോകമെങ്ങും അറിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠനായ പ്രഗത്ഭനായ രാജാവായിട്ട് സോളമൻ ആദ്യകാലത്ത് ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റി. പക്ഷേ പിന്നീട് അവൻ്റെ വിശ്വാസം കുറഞ്ഞ ഭാര്യമാർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനിടയായി. ദൈവകൽപ്പനയെ നിസാരവൽക്കരിക്കാനിടയായതുകൊണ്ട് അവനിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം പിന്നീട് അവഗണിക്കുന്നു, ഛിന്നഭിന്നമാവുന്നു. പക്ഷേ ദാവീദിൻ്റെ വംശത്തിൽ പിന്നീട് ദാവീദിന് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷം നാം കാണുന്നു എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ. അതായത് ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ, ജൂദാ വംശത്തിൽ പിന്മുറക്കാരനായിട്ട്, രാജാവിൻ്റെ പിന്മുറക്കാരനായിട്ട് മരപ്പണിക്കാരനായ തച്ചനായ ജോസഫ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മറിയം എന്ന സൽസ്വഭാവിയായ നന്മ നിറഞ്ഞവളായിട്ടുള്ള മാലാഖ തന്നെ വന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് നാം കാണുന്നു. നന്മ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അത്രയും കേൾക്കണമെങ്കിൽ ആ നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള മറിയവുമായിട്ട് വിവാഹ ഉടമ്പടി ചെയ്തിരുന്ന ജോസഫിൻ്റെ അടുക്കലേക്ക് ദിവ്യ നക്ഷത്രം ആ കുടുംബത്തിലേക്ക് വരുന്നത് നാം കാണുന്നു. അങ്ങനെ ഈശോ എന്ന രക്ഷകൻ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് മാംസമായ വചനം അങ്ങനെ ജോസഫിൻ്റെ കെയർ ഓഫിൽ ആ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു. അങ്ങനെ പിന്നീട് നാം കാണുന്നത് ഈശോ 12 വയസ്സിൽ ദൈവ പ്രമുഖന്മാരുമായിട്ട് പ്രധാന പ്രഭുക്കന്മാരും പ്രധാന പുരോഹിതന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതും എല്ലാം നാം കാണുന്നു. അവന് ദൈവം കൊടുത്ത ആ ഒരു ദൈവത്തിൻ്റെ ദൈവപുത്രൻ എന്നുള്ളതിൻ്റെ വെളിപാടുകൾ പല വിധത്തിൽ നാം കാണുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയായിട്ട് 30 വയസ്സിന് ശേഷം അവൻ ചെയ്ത പ്രവൃത്തികളെയൊക്കെ നാം ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഒരു കാര്യം, യഹൂദ പ്രമാണികൾക്കൊക്കെ അസൂയ ഉണ്ടാക്കുമാറ് അവൻ ഈശോ പറയാനിടയായി. എബ്രാഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത്, എബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട്. ഇത് പറഞ്ഞപ്പോൾ യഹൂദ പ്രമാണികൾക്ക് ദഹിച്ചില്ല, അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അത് നമ്മളായിരുന്നാലും എന്താവുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അവരവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും ശ്രമിക്കുന്നു. പക്ഷേ അവൻ്റെ സമയമാവാത്തത് കൊണ്ട് സംഭവിച്ചില്ല. പക്ഷേ പിന്നീട് അവർ തക്കം നോക്കിയിരുന്നവർ അതിൽ യൂദാസിനെ കൂട്ടുപിടിച്ച് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ടുള്ള വഴിയൊരുക്കിയത് നമുക്കറിയാം. അങ്ങനെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ മുൻപേ ശിഷ്യന്മാരെ അറിയിച്ചതനുസരിച്ച് തന്നെ കുരിശുമരണത്തിന് വിധേയമാവുകയും അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈ ശിഷ്യന്മാർക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും മഗ്ദലേന മറിയം, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ എന്നിങ്ങനെ പലർക്കുമായിട്ട് പല ഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട്, ഞാനിതാ വീണ്ടും ജീവിക്കുന്നു, നിങ്ങളെന്നെ കണ്ടു വിശ്വസിക്കുകയും എന്ന് പറഞ്ഞ ഈശോയെ നാം കാണുന്നു. അപ്പോൾ അതിലും വിശ്വാസം, ആദ്യം മറ്റു ശിഷ്യന്മാരൊക്കെ അടുത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ വിശ്വസിക്കാതിരുന്നപ്പോൾ തോമാസ് പറഞ്ഞു, ഞാൻ കണ്ട് അവൻ്റെ മാറിൽ എൻ്റെ വിരലുകൾ സ്പർശിച്ചാലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവന് വേണ്ടി മാത്രം ഈശോ വീണ്ടും അവർ 12 പേര് ഒരുമിച്ചുള്ളപ്പോൾ തോമാസിൻ്റെ അവരെല്ലാം ഉള്ളപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാസിനെ വിളിക്കുക, തോമാസേ നീ ഇങ്ങോട്ട് വാ, നിൻ്റെ വിരലുകൾ ഇവിടെ ഇട്, കണ്ടിട്ടെങ്കിലും വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തകർന്നു പോയി ആ തോമാസിൻ്റെ ഹൃദയം. അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നോട് പൊറുക്കണേ എന്നുള്ളത് തന്നെയാണ് അവൻ പറഞ്ഞു. ആ തോമാസാണ് കേരളത്തിൽ വന്നതും പിന്നീട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചതും നാം കാണുന്ന സത്യം. ഇനി ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോയോട്
ഒരു പ്രമാണിമാർ ചിലരൊക്കെ ചോദ്യം ചെയ്യാം, ഒരു സ്ത്രീ മരിച്ചു, ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, ഒരു കുടുംബത്തിൽ ഒരുത്തനെ വിവാഹം കഴിച്ചു, അവൻ മരിച്ചു. ശേഷം അവൻ്റെ സഹോദരനെ, മോശയുടെ നിയമപ്രകാരം അങ്ങനെയാണ്, അവൻ്റെ സഹോദരന് വിവാഹം കഴിച്ചു, അവനും മരിച്ചു. ശേഷം അങ്ങനെ 7 പേര് വിവാഹം കഴിച്ചു, അവരൊക്കെ മരിച്ചു. അവസാനം ഈ സ്ത്രീയും മരിച്ചു. മരണശേഷം അവള് ആരുടെ സ്വർഗത്തിലെത്തുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളൊരു ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം അറിയേണ്ട ഒരു പ്രധാന രഹസ്യം. ഈശോ പറഞ്ഞെന്താ? നിങ്ങൾക്ക് തെറ്റിപ്പോയി, വിശുദ്ധ ലിഖിതം അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയി. മരണശേഷം അവര് മാലാഖമാരെ പോലെ ആയിരിക്കും. അവിടെ പിന്നീട് ഒരു വിവാഹം കഴിക്കലോ കൊടുക്കലോ ഒന്നുമില്ല. അപ്പോൾ വിശുദ്ധ ലിഖിതം അറിയാത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റല്ലേ. നമുക്കൊക്കെ നിത്യജീവൻ എന്നത്, സ്വർഗത്തിലെ സന്തോഷം എന്നത് ശരീരത്തിൻ്റെ സന്തോഷമല്ല. അവിടെ ധാരാളം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സന്തോഷങ്ങളോ അല്ലെങ്കിൽ മദ്യപിക്കലോ ഇങ്ങനെയൊന്നും അല്ല ദൈവം കൽപ്പിച്ചിട്ടുള്ള. ദൈവഹിതപ്രകാരമുള്ള സന്തോഷം, സ്വർഗം എന്നത് ആത്മാവിൻ്റെ സന്തോഷമാണ്. ഈ സന്തോഷം അറിയാനായിട്ട് മറ്റൊരു ചെറിയ സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ രൂപാന്തരപ്പെടുന്ന ഒരു സംഭവം, പത്രോസ് യോഹന്നാനൊക്കെ കൂടി മലയിൽ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് ഈശോ ഈ ബലിയർപ്പണത്തിന്, കുരിശുമരണത്തിന് മുമ്പ് മോശ ഏലിയ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു. അവർ സംസാരിക്കുന്നത്, ഈശോയും മോശയും ഏലിയായും ഒക്കെ സംസാരിക്കുന്നത് കണ്ടു നിന്ന പത്രോസും കൂട്ടരും ബോധം കെട്ടുപോയി. അവർ വീണു. അവർക്ക് ആകെ സ്തംഭിച്ചു പോയി ആ സന്തോഷം. പക്ഷേ ഈശോ സ്പർശിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ സ്പർശിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ പത്രോസ് പിന്നീട് അപ്പോൾ ഉടനെ തന്നെ ഈശോയോട് പറയുന്ന, കൊച്ചു കുഞ്ഞിനെ പോലെ പിച്ചുമ്പയും പറയുന്ന ഒരു പത്രോസിനെ നാം കാണുന്നു. നമുക്കിവിടെ ഒരു 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയയ്ക്ക്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, ഇവിടെ നിന്ന് പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. കാരണം എന്താ? ആ സന്തോഷം, സ്വർഗീയ സന്തോഷം, നന്മയുടെ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം അതുല്യമാണ്. അവിടെ പിന്നെ സ്വാർത്ഥതയോ ശാരീരിക ഇച്ഛകളോ മാനുഷിക താല്പര്യങ്ങളോ ഒന്നുമില്ല. ദൈവിക സാന്നിധ്യം, ദൈവമുഖം ദർശിച്ചാൽ അതിനപ്പുറം ഒരു സ്വർഗവും അതാണ് സ്വർഗം. അപ്പോൾ ആ സ്വർഗത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ആ സ്വർഗവാസികളാവാനാണ് നമ്മെ രക്ഷാകര ദൗത്യം എന്ന വലിയ ദൗത്യത്തിലൂടെ ദൈവം നമ്മെ നയിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, പത്രോസും കൂട്ടരും ഈശോ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം കടൽ തീരത്ത് പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയി. ഈശോ അവിടെ വന്ന് അവരോട് പറയാം, നിങ്ങൾ വലതുവശത്ത് വല വീശ്. അപ്പോൾ അങ്ങനെ വലിയ മീൻ പിടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടനെ കടലിൽ ഈശോ പറഞ്ഞെന്താ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള മീൻ കുറച്ചും കൂടി കൊണ്ടുപോവാ, നമുക്ക് ഒരുമിച്ച് പ്രാതൽ കഴിക്കാം എന്ന് പറയും. കുഞ്ഞുങ്ങളെ, പത്രോസ് ഈശോയെക്കാളും പ്രായമേറിയവൻ, അബ്രാഹത്തെക്കാളും മുമ്പുള്ളവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന ഈശോ കുഞ്ഞുങ്ങളെ ഇടുക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഇന്നും നമ്മൾ ഓരോരുത്തരോടും, കുഞ്ഞുങ്ങളായ നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ രക്ഷാകര ദൗത്യത്തിൻ്റെ വിലയും പ്രാധാന്യവും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹത്വത്തിൻ്റെ ദൈവം, മഹത്വത്തിൻ്റെ ദൈവത്തിന് ജനമധ്യേ സ്തുതികൾ, മഹത്വത്തിൻ്റെ ദൈവത്തിന് ജനമധ്യേ സ്തുതികൾ, മഹത്വത്തിൻ്റെ ദൈവം.